ഇനി ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് നോക്കാം. ഗണിത അധ്യാപകനായിരുന്ന ജെഫ്രി എപ്സ്റ്റീൻ ശതകോടീശ്വരനായി മാറിയതിൻ്റെ കഥ ഇന്നും നിഗൂഢമാണ്. പെൺകുട്ടികളുടെ കണ്ണീരിൽ കെട്ടിപ്പടുത്തതാണ് എപ്സ്റ്റീൻ്റെ സാമ്പത്തിക സാമ്രാജ്യം. പാപങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന സെയിൻറ്റ് ജെയിംസ് ദ്വീപിൻ്റെ ഉടമയായിരുന്നു എപ്സ്റ്റീൻ. പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അഴിക്കുള്ളിലായ ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണത്തിലും ദുരൂഹതയുണ്ട്. ആയിരത്തി 1990 മുതൽ 2005 വരെ ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം ട്രംപ് പുലർത്തിയിരുന്നു. എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനത്തിൽ ട്രംപ് പലതവണ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഫ്ലൈറ്റ് രേഖകൾ പുറത്തുവന്നിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുമെന്നത് ട്രംപിന്റെ വാഗ്ദാനമായിരുന്നു. എന്നാൽ അത് വൈകുന്നതിനെതിരെ സ്വന്തം അനുയായികൾക്കിടയിൽ അതൃപ്തി പുകയുന്നതിനിടെയാണ് വിവാദമായ എപ്സ്റ്റീൻ ഫയലിൽ ട്രംപിന്റെ പേര് അനവധി തവണ ആവർത്തിക്കുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. 2002 ന്യൂയോർക്ക് മാഗസീന് ട്രംപ് നൽകിയ ഇന്റർവ്യൂവും ഇപ്പോൾ പൊടി തട്ടിയെടുത്ത് വിവാദമാക്കുകയാണ് എതിരാളികൾ. എനിക്ക് ജെഫ്രിയെ 15 വർഷമായി അറിയാം. മികച്ച വ്യക്തിയാണ്. അവനോടൊപ്പം ഉണ്ടായിരിക്കുന്നത് വളരെ രസകരമാണ്. അവൻ എന്നെപ്പോലെ സുന്ദരികളായ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു തുടങ്ങിയ വാക്കുകളാണ് ഇപ്പോൾ ട്രംപിനെ തിരിഞ്ഞുകുത്തുന്നത്. ഈ വാക്കുകളെ നിഷേധിക്കുന്ന ട്രംപ് എപ്സ്റ്റീനുമായി ഏറെക്കാലമായി അടുപ്പമില്ലെന്നും പറയുന്നു. താനൊരിക്കലും ജെഫ്രി എപ്സ്റ്റീന്റെ വിവാദ ദ്വീപിൽ പോയിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ട്രംപ് പറയുമ്പോഴും അദ്ദേഹത്തിന് എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം ഇന്ന് രഹസ്യമല്ല. അവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളും വിമാനയാത്രാ വിവരങ്ങളുടെ നിരവധി തെളിവുകളുമുണ്ട്. അനുയായികളിൽ നിന്നും വിമർശകരിൽ നിന്നുമുള്ള സമ്മർദ്ദം വർദ്ധിച്ചപ്പോഴാണ് ട്രംപ് ജൂലൈ 18 മൊഴികൾ പുറത്തുവിടാനുള്ള ഉത്തരവിറക്കിയത്. പിറ്റേന്നു തന്നെ അറ്റോർണി ജനറൽ പാം ബോണ്ടി കേസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാനുള്ള അപേക്ഷ കോടതിയിൽ നൽകി. ഡെമോക്രാറ്റുകൾ മാത്രമല്ല, റിപ്പബ്ലിക്കന്മാരിൽ ഒരു വിഭാഗവും കേസിൽ ട്രംപിന്റെ പേര് പരാമർശിക്കുന്ന എല്ലാ ഫയലുകളും പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെടുത്തി നിരവധി പ്രമുഖരുടെ പേരുകളാണ് എപ്സ്റ്റീൻ ഫയലിലുള്ളത്. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ഹോളിവുഡ് നടൻ ഡികാപ്രിയോ, ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ്, ക്ലിന്റന്റെ സഹായിയായിരുന്ന ഡഗ് ബാൻഡ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ, അന്തരിച്ച പോപ്പ് താരം മൈക്കിൾ ജാക്സൺ, ഗൂഗിളിന്റെ സഹസ്ഥാപകനായ സെർജി ബ്രിൻ, ഭാഷാ പണ്ഡിതനായ നോം ചോസ്കി, ഓസ്ട്രേലിയൻ നടി കേറ്റ് ബ്ലാൻഷെറ്റ്, ഹോളിവുഡ് നടി കാമറൂൺ ഡയസ്, അമേരിക്കൻ നടൻ കെവിൻ സ്പേസി, യുഎസിലെ ശതകോടീശ്വരനായ ഗ്ലെൻ ഡ്യൂബിൻ തുടങ്ങി 170-ലേറെ പേരുകളാണ് കോടതി രേഖയിലൂടെ ഇതുവരെ പുറത്തുവന്നത്. 2019 ജയിലിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസിലെ 1000-ഓളം പേജുകളാണ് ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് കോടതി മുൻപ് പരസ്യപ്പെടുത്തിയത്. 14-കാരിക്ക് പണം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് 2005 ഫ്ലോറിഡയിൽ വച്ചാണ് ജെഫ്രി ആദ്യമായി അറസ്റ്റിലാകുന്നത്. തുടർന്ന് 30-ലേറെ പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ ഇയാൾക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. അമേരിക്കയെ പിടിച്ചുലച്ച കേസിൽ 13 മാസമാണ് ഇയാൾ ജയിലിൽ കഴിഞ്ഞത്. ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായിരുന്നപ്പോഴാണ് ജെഫ്രി തടവറയ്ക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നത്. എപ്സ്റ്റീന്റേത് ആത്മഹത്യയല്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു. മാത്രവുമല്ല, അത് രാഷ്ട്രീയ പോരിന് കളമൊരുക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ അറ്റോർണി ജനറൽ പാം ബോണ്ടി പുറത്തുവിട്ട എപ്സ്റ്റീന്റെ ജയിൽ ദൃശ്യങ്ങളിൽ നിർണായകമായ 3 മിനിറ്റ് എഡിറ്റ് ചെയ്തു നീക്കിയത് എന്തിനെന്ന ചോദ്യമാണ് എതിർപക്ഷം ചോദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ നടന്ന കൊലപാതകമാണതെന്ന് അവർ ആരോപിക്കുന്നു. പുറത്തായ രേഖകളിൽ പരാമർശിക്കപ്പെട്ട പ്രമുഖരുടെ പേരുകൾക്കൊപ്പം വാർത്തകളിൽ ഇടം പിടിച്ച പേരാണ് പീഡോഫൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപ്. പാപങ്ങളുടെ ദ്വീപ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ ദ്വീപ് ജെഫ്രി എപ്സ്റ്റീന്റെ ഉടമസ്ഥതയിലായിരുന്നു. യുഎസിന്റെ നിയന്ത്രണത്തിലുള്ള വെർജിൻ ദ്വീപ് സമൂഹത്തിലെ ഈ ദ്വീപിൽ വെച്ചാണ് കോടതി പുറത്തുവിട്ട രേഖകളിൽ പറയുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏറെയും നടന്നത്. 230 ഏക്കറുള്ള ദ്വീപിൽ ഗസ്റ്റ് ഹൌസുകളും ഹെലിപാഡും ബോട്ടടുപ്പിക്കാനുള്ള ഡോക്കുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് അടിമകളാക്കി ഉന്നതന്മാർക്ക് കാഴ്ചവെച്ചതുകൊണ്ടാണ് സെയിന്റ് ജെയിംസ് ദ്വീപിനെ ബാലപീഡന ദ്വീപ് അഥവാ പീഡോഫൈൽ ഐലൻഡ് എന്ന വിളിപ്പേരുണ്ടായത്.